Hi students, welcome to a new class. Today we are going to discuss the patterns of segmentation and basis of segmentation. First of all, we are going to discuss patterns of segmentation. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാറ്റേൺ ഓഫ് സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് കവറേജ് അല്ലെങ്കിൽ സെഗ്മെൻറ്റേഷൻ സ്ട്രാറ്റജി എന്നുള്ള രീതിയാണ്. ഓക്കെ, ഏതെല്ലാമാണ് അത്തരത്തിലുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ സെഗ്മെൻറ്റേഷൻ സ്ട്രാറ്റജീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി പറയുന്നതാണ് അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ് എന്നുള്ളത്. അൺഡിഫറൻഷ്യേറ്റഡ് എന്താ അതിൻ്റെ അർത്ഥം? ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്നാൽ വ്യത്യാസപ്പെടുത്തുക എന്നുള്ളതാണ്. അൺഡിഫറൻഷ്യേറ്റ് എന്ന് പറയുമ്പോൾ വ്യത്യാസപ്പെടുത്താത്തത് എന്നാണ്. അണ്ടർ ദിസ് സ്ട്രാറ്റജി, ഈ സ്ട്രാറ്റജിയിൽ ഈ സെഗ്മെൻറ്റേഷൻ സ്ട്രാറ്റജി പ്രകാരം the producer or marketer does not differentiate between different types of customers. ഈ സ്ട്രാറ്റജി പ്രകാരം പ്രൊഡ്യൂസർ അല്ലെങ്കിൽ മാർക്കറ്റർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ല എന്നാണ്. അതായത് വ്യത്യസ്തമായ തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാത്ത ഒരു സ്ട്രാറ്റജിയാണ് ഈ പറയുന്ന അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ് എന്നുള്ള സ്ട്രാറ്റജിയിൽ പറയുന്നത്. He has only one marketing strategy for several market segment. വ്യത്യസ്തമായ മാർക്കറ്റ് സെഗ്മെൻറ്റുകൾക്കൊക്കെ തന്നെ ഒരൊറ്റ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന രീതിയാണ് ഇത്. ഒരേ തരത്തിലുള്ള പ്രൊഡക്റ്റ് ഒരേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് മൊത്തം മാർക്കറ്റിനൊന്നാകെ എല്ലാ സെഗ്മെൻറ്റിലും എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്ന രീതിയാണ് ഇത്. അണ്ടർ അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ്, വൺ മാർക്കറ്റിംഗ് മിക്സ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾ മാർക്കറ്റ്. അൺഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിങ്ങിൽ ഒരു മാർക്കറ്റിംഗ് മിക്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഹോൾ മാർക്കറ്റിന്, മുഴുവൻ മാർക്കറ്റിനും എന്നുള്ളതാണ്. ഓക്കെ, കൊക്കക്കോള, തംസപ്പ് ഒക്കെ ഇതിന് എക്സാമ്പിളായിട്ടുള്ള കമ്പനീസാണ്. സോ സെക്കൻഡ് വൺ, ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ്. രണ്ടാമത്തേതാണ് ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ്. ഇൻ ദി കേസ് ഓഫ് ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ്, എ നമ്പർ ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ആർ ഐഡൻറ്റിഫൈഡ് and different marketing strategies developed for each segment. ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ്, വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള വിപണന രീതി. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നമ്പർ ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ആർ ഐഡൻറ്റിഫൈഡ്. മാർക്കറ്റ് സെഗ്മെൻറ്റുകളെയൊക്കെ എന്ത് ചെയ്തു? ഐഡൻറ്റിഫൈ ചെയ്തു, കണ്ടെത്തി. മാത്രമല്ല ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് മിക്സ് ഓർ സ്ട്രാറ്റജി ഡെവലപ്ഡ് ഫോർ ഈച്ച് സെഗ്മെൻറ്റ്. ആദ്യം എല്ലാ സെഗ്മെൻറ്റുകളെയും കണ്ടെത്തി, പിന്നീട് ഓരോ സെഗ്മെൻറ്റിനും എന്ത് ചെയ്യുന്നു? അനുയോജ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സുകൾ ഡെവലപ്പ് ചെയ്തു. ഓക്കെ എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ സെഗ്മെൻറ്റേഷൻ അപ്രോച്ച്. സെഗ്മെൻറ്റേഷൻ അപ്രോച്ചുകളിൽ, സ്ട്രാറ്റജികളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള രീതി ഇതാണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു? ഓരോ സെഗ്മെൻറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേതാണ് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്നുള്ളത്. കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദ കോൺസെൻട്രേഷൻ ഓഫ് ഓൾ മാർക്കറ്റിംഗ് എഫേർട്സ് ഓൺ വൺ സെലക്റ്റഡ് സെഗ്മെൻറ്റ് വിത്തിൻ ദി ടോട്ടൽ മാർക്കറ്റ്. മൊത്തം മാർക്കറ്റിലെ ഒരു സെഗ്മെൻറ്റിനെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് എല്ലാ മാർക്കറ്റിംഗ് എഫേർട്ടുകളെയും കേന്ദ്രീകരിക്കുന്ന രീതിയാണ് ഇത് കോൺസെൻട്രേറ്റഡ് മാർക്കറ്റ്. അതായത് ഒരുപാട് സെഗ്മെൻറ്റുകൾ ഉണ്ടാവും, പക്ഷെ അതിൽ നിന്നും ഒരു സെഗ്മെൻറ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, കേന്ദ്രീകരിക്കുന്നു, എന്നിട്ട് അതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രീതിയാണ് ഇത്. ഏറ്റവും നല്ല സെഗ്മെൻറ്റിനെ മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ മാർക്കറ്റർ ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അടുത്തതാണ്, നാലാമത്തതാണ് കസ്റ്റമൈസ്ഡ് ഓർ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇൻ ദിസ് കേസ് ഓഫ് ദ ഫേംസ് വ്യൂ ഈച്ച് കസ്റ്റമർ ആസ് എ സെപ്പറേറ്റ് സെഗ്മെൻറ്റ് and customized marketing programs to the individual specific requirements. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കസ്റ്റമൈസ്ഡ് ഓർ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിങ്ങിൽ എന്താണ്? ഓരോ കസ്റ്റമറെയും സെപ്പറേറ്റ് സെഗ്മെൻ്റായി കാണുകയും അവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്രോഗ്രാമുകൾ ഓരോ ഇൻഡിവിജ്വലിനും സ്പെസിഫിക് ആയിട്ടുള്ള അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് രീതികൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ,
ഫോർ എക്സാമ്പിൾ, സിവിൽ എഞ്ചിനീയറിംഗ് ഫേം മസ്റ്റ് ഡിസൈൻ ഈച്ച് ബ്രിഡ്ജ് ഓർ റോഡ് ടു മീറ്റ് ദ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം സിവിൽ എഞ്ചിനീയറിംഗ് ഫേംസ് എന്ത് ചെയ്യേണ്ടത്, ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് വീടായാൽ പോലും ഓക്കെ, ഇൻറ്റീരിയർ ഡിസൈൻ ആയാലും ഹോം ഡിസൈൻ ആയാലും ഒക്കെ എന്താണ്, കസ്റ്റമൈസ്ഡ് ആയിരിക്കും. ഓരോ കസ്റ്റമറെയും സെഗ്മെൻറ്റ് ചെയ്യുന്ന രീതിയാണ് ഇത്. സോ ദീസ് ആർ ദി പാറ്റേൺസ് ഓർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് റിലേറ്റഡ് വിത്ത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 4 പാറ്റേൺ ഓഫ് സെഗ്മെൻറ്റേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, അല്ലെങ്കിൽ സ്ട്രാറ്റജീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. ടൈപ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ബേസസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് സെഗ്മെൻറ്റേഷൻ എന്നും അറിയപ്പെടുന്നു. പ്രധാനമായിട്ടും 4 തരത്തിലാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനെ തരംതിരിച്ചിട്ടുള്ളത്. ജിയോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ, സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ. ഇങ്ങനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനെ തരംതിരിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് വിശദമായിട്ട് നോക്കാം. സോ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഡെമോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ എന്നുള്ളത്. മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്ന, ഡിവൈഡ് ചെയ്യുന്ന, വിവിധങ്ങളായിട്ടുള്ള സെഗ്മെൻറ്റുകളാക്കി മാറ്റിത്തിരിക്കുന്നതിന് ഉള്ള ബേസ്, അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്നവയൊക്കെയാണ്. ഒന്നാമത്തെ കാറ്റഗറിയാണ് ഡെമോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ. ഡെമോഗ്രഫിക് സെഗ്മെൻറ്റേഷനിൽ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി. ഡെമോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് പീപ്പിൾ ഓർ പോപ്പുലേഷൻ. ജനസംഖ്യയെക്കുറിച്ചോ ആളുകളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ എന്തുള്ള പഠനമാണെന്ത്? ജനങ്ങളെക്കുറിച്ചുള്ള പഠനമാണെന്ത് ഡെമോഗ്രഫിക് സെഗ്മെൻറ്റേഷനിലുള്ളത്. ഡെമോഗ്രഫിക് എന്നുള്ളത് കൊണ്ട്, ഡെമോഗ്രഫി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ആൻഡ് ഇറ്റ്സ് സൈസ്, ഡെൻസിറ്റി, ലൊക്കേഷൻ, ഏജ്, സെക്സ്, റേസ്, ഒക്യുപ്പേഷൻ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി നടക്കുന്നത് ഹ്യൂമൻ പോപ്പുലേഷൻ്റെ. ഡെമോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ പ്രകാരം വ്യത്യസ്തമായ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യാം. ഡെമോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ, ഡെമോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യുക, നമുക്ക് ഡെമോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ നടത്താം. അല്ലെങ്കിൽ ഡെമോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ നടത്തുന്ന സമയത്ത് ഒരുപാട് വേരിയബിൾസിനെ, ഡെമോഗ്രഫിക് വേരിയബിൾസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്തെല്ലാമാണ് ഈ ഡെമോഗ്രഫിക് വേരിയബിൾസ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേതാണ് ഏജ്, വയസ്സ്. ഏജ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ സെഗ്മെൻറ്റിംഗ് മാർക്കറ്റ്. ഒരു മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഏത്, ഏജ് എന്നുള്ളത്. ബിക്കോസ് ഡിമാൻഡ് ആൻഡ് ബ്രാൻഡ് ചോയ്സ് ഓഫ് പീപ്പിൾ ചേഞ്ച് വിത്ത് ഏജ്. വയസ്സിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഒരു ബ്രാൻഡിൻ്റെ ചോയ്സും ഡിമാൻഡിലുമൊക്കെ എന്ത് ചെയ്യും, മാറ്റം സംഭവിക്കുമെന്നുള്ളതാണ്. പ്രധാനമായും ഏജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 4 ആക്കി തരംതിരിക്കാം. ചിൽഡ്രൻ, ടീനേജേഴ്സ്, അഡൽട്ട്സ്, ഗ്രോണപ്സ്, ഇങ്ങനെ തുടങ്ങി നമുക്ക് എന്ത് ചെയ്യാം, തരംതിരിക്കാം. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള നീഡ്സ്, ഓരോ തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡാണ് ഉണ്ടാവുക. ചെറിയ മക്കൾക്ക് ടോയ്സ്, അതുപോലെ മിഠായി, അതിലൊക്കെ ആയിരിക്കും. ടീനേജേഴ്സ് ആകുമ്പോൾ അവർക്ക് അവരുടെ ഡ്രസ്സിങ്, അവരുടെ മറ്റുള്ളതിലേക്കായിരിക്കും അവർക്ക് ശ്രദ്ധ ഉണ്ടാവുക. അഡൽട്ട് ആകുമ്പോൾ അവർക്ക് മറ്റുള്ള രീതിയിൽ. അപ്പോൾ ഓരോരുത്തരുടെയും നീഡ്സ് ആൻഡ് വാണ്ട്സിൽ വ്യത്യാസമുണ്ടാവും. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാണ്. ഓക്കെ, ചെറിയ കുട്ടികൾ, ചെറിയ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും, കോസ്മെറ്റിക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കും. പക്ഷേ വയസ്സായവർ അത്ര ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ ഓരോന്നിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമുക്കറിയാം ജോൺസൺ ആൻഡ് ജോൺസൺ കാര്യങ്ങളൊക്കെ ആർക്കുള്ളതാണ്, കമ്പനിയുടെ പ്രൊഡക്റ്റുകളൊക്കെ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ളതാണ്. സോ അങ്ങനെ എന്ത് ചെയ്യുക, ഏജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതിനെ പ്രധാനമായിട്ടും ബാധിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് സെക്സ്, മെയിൽ ഓർ ഫീമെയിൽ ഓർ ട്രാൻസ്ജെൻഡർ, LGBTQI ഏതുമാവാം. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, സെക്സ്, മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള കാറ്റഗറി എന്ത് ചെയ്യുന്നു, വളരെ പ്രധാനപ്പെട്ടതാണ്. ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോസ്മെറ്റിക്സിനോടും ഫാൻസി ഐറ്റംസിനോടും എന്താണ്,
ഭയങ്കര താല്പര്യമാണ്. മെന്നെ സംബന്ധിച്ചിടത്തോളം മോട്ടോർ സൈക്കിൾ, സ്പോർട്സ് ഗുഡ്സ് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡ്രസ്സ്, ഗാർമെൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ്, ബൈക്ക്, കോസ്മെറ്റിക്സ്, മാഗസിൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ എന്തുണ്ട്, വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ചില തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ബോയ്സിന് മാത്രമായിട്ടുള്ളതുണ്ട്, ഗേൾസിന് മാത്രമായിട്ടുള്ളതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വുമണിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന മാഗസിൻസ്, ഫെമിന, വനിത, മനോരമ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഇതൊക്കെ എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ സെക്സ് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ. മൂന്നാമത്തേതാണ് ഫാമിലി ലൈഫ് സൈക്കിൾ എന്നുള്ളൊരു ഭാഗം. ഫാമിലി ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ആണ്, ഒരുപാട് ഘട്ടങ്ങളാണ്. ചൈൽഡ്ഹുഡ്, ചെറിയ കുട്ടിയായിരിക്കുന്ന പ്രായം. ബാച്ചിലർഹുഡ്, കല്യാണം കഴിക്കുന്നതിന് മുന്നുള്ള ഒരു പ്രായം, സ്റ്റേജ്. ഹണിമൂണേഴ്സ്, യങ് മാരീഡ് കപ്പിൾ. സ്റ്റേജ് 4 വരുന്നതാണ് പാരൻ്റ്ഹുഡ്. അതിൽ വരുന്നതാണ് കപ്പിൾ വിത്ത് ചിൽഡ്രൻ, കപ്പിൾ വിത്ത് ഗ്രോൺ അപ്പ് ചിൽഡ്രൻ. അതുപോലെ പോസ്റ്റ് പാരൻ്റ്ഹുഡ്, ഓൾഡ് മാരീഡ് കപ്പിൾ വിത്ത് ചിൽഡ്രൻ. ആൻഡ് സ്റ്റേജ് 6 ഡിസല്യൂഷൻ, വൺ ഓഫ് ദി പാർട്ട്നേഴ്സ് ഈസ് ഡെഡ്. ഹസ്ബൻഡോ വൈഫോ അതിൽ ആരെങ്കിലും ഒരാൾ മരിച്ച ഒരാൾ, അതാണ് ഡിസല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേജിനനുസരിച്ച്, ഫാമിലി ലൈഫ് സൈക്കിൾ സ്റ്റേജിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യും, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയുള്ളതാണ് റിലീജിയൻ എന്നുള്ളത്. റിലീജിയൻ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എക്സ്പെഷ്യലി മുസ്ലിംസ് എന്ത് ചെയ്യുന്നു, മുസ്ലിം വുമൻസ് എന്ത് ചെയ്യുന്നു, പർദ്ദ ധരിക്കുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു, മുസ്ലിംസ് ലുങ്കീസ്, സ്ട്രിപ്പിഡ് ലുങ്കീസ് ആണ് എന്ത് ചെയ്യുന്നത്, മുസ്ലിം മെയിൽ ആളുകൾ ഇടുന്നത്. അതുപോലെ സിഖുകാർ അവരുടെ തലയിൽ എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു തൊപ്പി ധരിക്കുന്നു. അതുപോലെ കൃപാൺ എന്ന് പറയുന്ന ഒരു സ്മോൾ സ്വേർഡ് സിഖുകാരെന്ത് ചെയ്യും, അവരുടെ കയ്യിൽ എപ്പോഴും എന്ത് ചെയ്യും, ചെറിയൊരു വാള് പോലത്തെ ഒരു കൃപാൺ എന്ന് പറയുന്ന സാധനം അവരുടെ കയ്യിൽ വെക്കും. അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിങ്ങിനെ ബാധിക്കുന്നുണ്ട് എന്നാണ്. അതുപോലെ ഒക്യുപ്പേഷൻ അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിൽ മാറ്റം വരും. കാരണം പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ടുള്ളതിനനുസരിച്ച് മാറും. ഡോക്ടേഴ്സിന് എന്ത് ചെയ്യും, സർജിക്കൽ എക്യുപ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. ലോയേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് കോട്ട് ആവശ്യമായിട്ട് വരും. എയർ ഹോസ്റ്റസിന് എന്ത് ചെയ്യും, അവരെപ്പോഴും ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും, എയർ ഹോസ്റ്റസുകളൊക്കെ, മോഡൽസൊക്കെ. അപ്പോൾ ഓരോരുത്തരുടെയും ജോലിക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു, സെഗ്മെൻറ്റേഷൻ ചെയ്യാം. അതുപോലെ ഫാമിലി സൈസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറിയ അണുകുടുംബങ്ങൾ, ഒരു മീഡിയം ഒരു സൈസ് ഫാമിലി, ഒരു ബിഗ് ഫാമിലി, ഇതിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളെ പ്രൊഡക്റ്റിൻ്റെ സൈസിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ എന്ത് ചെയ്യുക, നമുക്ക് മാറ്റം വരുത്താം. സോപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചെറിയൊരു കുടുംബത്തിന് വേണ്ടിയിട്ട് ചെറിയ സോപ്പ്, ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ സോപ്പുകൾ, വലിയ സോപ്പുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇലക്ട്രോണിക് ഗുഡ്സുകൾ കണ്ടിട്ടില്ലേ, വലിയൊരു കുടുംബത്തിന് വേണ്ടി വരുന്ന റെഫ്രിജറേറ്റർ വലുത്, അതുപോലെ ചെറുത്, ഇങ്ങനെയൊക്കെ ഓരോന്നും എന്ത് ചെയ്യുന്നു, ഇൻകമിൻ്റെയും ഫാമിലി സൈസിൻ്റെയും അടിസ്ഥാനത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് ഇത് എഡ്യൂക്കേഷൻ എന്നുള്ളത്. വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, തരംതിരിക്കും. +2 കഴിഞ്ഞവർ, SLC കഴിഞ്ഞവർ, ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞവർ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, തരംതിരിക്കാം. ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന രീതി മാറ്റം ഉണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കുകൾ, കുട്ടികളെ പഠിപ്പിക്കേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ എങ്ങനെയാണ് തരംതിരിക്കുന്നത്, ഇത്തരത്തിലാണ് തരംതിരിക്കുന്നത്. ഹൈസ്കൂള്, +2, ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, എഡ്യൂക്കേഷൻ ബേസിലാണ് സെഗ്മെൻറ്റ് ചെയ്യുന്നത്. SLCക്കാർക്കുള്ളതൊരു വിഭാഗം ബുക്സ് കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നു, +2കാർക്കുള്ളത് വേറെ, ഡിഗ്രി വേറെ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു, തരംതിരിക്കപ്പെടുന്നുണ്ട്. അടുത്തതാണ് ജിയോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ എന്നുള്ളത്. ഇൻ ദിസ് സെഗ്മെൻറ്റേഷൻ ബിലീവ് ദാറ്റ് പീപ്പിൾ ഹു ലിവ് ഇൻ ദി സെയിം ഏരിയ ഹാവ് സിമിലർ നീഡ്സ്. ഒരേ സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഒരേ ആവശ്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. മാത്രമല്ല ഒരു ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ നീഡ്സ് തൊട്ടടുത്ത ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെ നീഡ്സിൽ നിന്നും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ജിയോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് വേരിയബിൾസാണ് അവിടെ വരുന്നത്.
കാരണം ജിയോഗ്രഫി ഓരോ ഏരിയക്കനുസരിച്ച് പ്രാദേശികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. സൗത്ത് ഇന്ത്യൻസ് പ്രിഫർ ചെയ്യുന്നത് റൈസാണ്, എപ്പോഴും അരിയാണ് അവരെന്ത് ചെയ്യുന്നത്, അരിയാഹാരമാണ് അവർ കഴിക്കുക. നോർത്ത് ഇന്ത്യൻസ് ചപ്പാത്തി പോലെയുള്ള ഭക്ഷണങ്ങളാണ്. സോ ജിയോഗ്രഫിക്കലായിട്ടുള്ള ആ ഒരു കണ്ടീഷൻ തന്നെ ഇതിന് വലിയൊരു ഉദാഹരണമാണ് എന്നുള്ളതാണ്. ഏരിയ എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ടൊരു വേരിയബിൾ ആയിട്ടുള്ളത്. അതൊരു പക്ഷേ രാജ്യമാവാം, സംസ്ഥാനമാവാം, പ്രദേശമാവാം, ജില്ലയാവാം, ഏരിയ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, തരംതിരിക്കാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ക്ലൈമറ്റ് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. വ്യത്യസ്തമായ ക്ലൈമറ്റാണ് വ്യത്യസ്തമായ പ്രദേശങ്ങളിലുണ്ടാവുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോട്ട്, കോൾഡ്, ഹ്യൂമിഡ്, റെയിനി റീജിയനൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, തരംതിരിക്കാം. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ കാലാവസ്ഥയോട് പൊരുത്തപ്പെടുന്നതിന് വേണ്ട രീതിയിലുള്ള ഡ്രസ്സുകൾ, കാര്യങ്ങൾ, മറ്റ് അതർ എക്യുപ്മെൻറ്റ്സൊക്കെ ആവശ്യമായിട്ട് വരും. സോ അത്തരത്തിൽ സെഗ്മെൻറ്റ് ചെയ്യാം. അതുപോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത എന്ന് പറയുന്നൊരു കാര്യം. ചില സ്ഥലത്ത് ജനസാന്ദ്രത കൂടുതലായിരിക്കും, അവിടെ കൂടുതൽ കൺസ്യൂമർ ഗുഡ്സിന് കൂടുതലായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തതാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്നുള്ളത്. ക്ലാസിഫൈ കസ്റ്റമേഴ്സ് ഓൺ ദി ബേസ് ഓഫ് നോളജ് ഓഫ് പ്രോഡക്റ്റ്. ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള അറിവ്, ഉൽപ്പന്നങ്ങളോട് ഉള്ള മനോഭാവം, ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, ഉൽപ്പന്നങ്ങളോടുള്ള റെസ്പോൺസ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഉൽപ്പന്നങ്ങളുടെ സവിശേഷത, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, സെഗ്മെൻറ്റ് ചെയ്യപ്പെടാം. പ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഒരു പ്രൊഡക്റ്റിന് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഉള്ള ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ പിന്നീട് വരുന്നതാണ് പ്രൊഡക്റ്റ് സെഗ്മെൻറ്റേഷൻ എന്നുള്ളത്. അണ്ടർ ദിസ് മെത്തേഡ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഡൺ ഓൺ ദ ബേസ് ഓഫ് പ്രൊഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. പ്രൊഡക്റ്റിൻ്റെ സവിശേഷതകൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റിനെ, മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുക. എക്സാമ്പിൾ പ്രസ്റ്റീജിയസ് പ്രൊഡക്റ്റ്, ഓട്ടോമൊബൈൽ, ക്ലോത്തിങ്, ഹോം ഫർണിഷിംഗ് ആണ് പ്രസ്റ്റീജ് പ്രോഡക്റ്റിൽ വരുന്നത്. മെച്യൂരിറ്റി പ്രോഡക്റ്റിൽ വരുന്നതാണ് സിഗരറ്റ്, ബ്ലേഡ്, എക്സെട്ര. സ്റ്റാറ്റസ് പ്രൊഡക്റ്റുകളാണ് മോസ്റ്റ് ലക്ഷ്വറിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. ആൻസൈറ്റി പ്രൊഡക്റ്റുകളാണ് മെഡിസിൻസ്, സോപ്സ്, എക്സെട്ര. ഫങ്ഷണൽ പ്രൊഡക്ട്സ് ആണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എക്സെട്ര. ഇത്തരത്തിൽ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റേഷൻ നടത്താം. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വരുന്നതാണ് ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ. പീപ്പിൾ ബൈ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആൻഡ് ബ്രാൻഡ്സ് ഇൻ ഡിഫറെൻറ്റ് ഒക്കേഷൻസ് ഓർ സിറ്റുവേഷൻ. അക്കോർഡിംഗ് ടു ദി ഒക്കേഷൻസ് ബയേഴ്സ് ഡെവലപ്പ് നീഡ് പർച്ചേസ് എ പ്രൊഡക്റ്റ് ഓർ യൂസ് എ പ്രൊഡക്റ്റ്. റെഗുലർ ആയിട്ടുള്ളതും സ്പെഷ്യൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒക്കേഷൻസ് ഒരാളുടെ ജീവിതത്തിൽ വരാം. സോ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അയാൾ തിരഞ്ഞെടുക്കുന്ന ഉൽപ്പന്നങ്ങളിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതുപോലെ ബെനഫിറ്റ് സെഗ്മെൻറ്റേഷൻ, ഒരു ഉൽപ്പന്നത്തിൽ നിന്നും കിട്ടുന്ന ബെനഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് സെഗ്മെൻറ്റ് ചെയ്യുവാൻ സാധിക്കും. എക്സാമ്പിൾ ടൂത്ത് പേസ്റ്റ് എടുക്കുക, ക്ലീനിങ് ആണ്. പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. സെക്കൻഡറി യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ്, അതുപോലെ ബ്രെത്ത് ഫ്രഷിംഗ് ആണ്. ഷാമ്പൂവിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ക്ലീനിങ് എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റിയാണ് പ്രൈമറി ആയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ സെക്കൻഡറി യൂട്ടിലിറ്റീസ് എന്തൊക്കെയാണ്, ഷൈനി ഹെയർ, തിക്കനിങ് ഹെയർ തുടങ്ങിയവയൊക്കെയാണ്. വെഹിക്കിൾസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, വാഹനങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്നത് കൺവീനിയൻസ് ആണ്, സൗകര്യപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. സെക്കൻഡറി ആയിട്ടുള്ളതോ സ്റ്റാറ്റസ് ആണ്. അതൊക്കെയാണ് ബെനഫിറ്റ് സെഗ്മെൻറ്റേഷനിൽ വരുന്നത്. പിന്നീട് വരുന്നതാണ് വോളിയം സെഗ്മെൻറ്റേഷൻ. വോളിയം സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി, പർച്ചേസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അല്ലെങ്കിൽ വോളിയത്തിനനുസരിച്ച് കൊണ്ട് സെഗ്മെൻറ്റ് ചെയ്യുക. റീറ്റെയിലായിട്ട് വാങ്ങുമ്പോൾ സ്മോൾ ബയേഴ്സാണ് ഉണ്ടാവുക, ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ ലാർജ് സ്കെയിൽ ബൈയിങ് ആണ് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള വോളിയം അനുസരിച്ച്, ക്വാണ്ടിറ്റി അനുസരിച്ച്, പർച്ചേസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, സെഗ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോയൽറ്റി സെഗ്മെൻറ്റേഷൻ ആണ് അടുത്തത്. സംടൈംസ് ബ്രാൻഡ് ലോയൽറ്റി ഈസ് യൂസ്ഡ് ആസ് ദ ബേസിസ് ഫോർ സെഗ്മെൻറ്റേഷൻ. ലോയൽറ്റി, ബ്രാൻഡ് ലോയൽറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഉൽപ്പന്നത്തോടുള്ള ലോയലായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. അതായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, ഹാർഡ് കോർ ലോയൽസ്, സോഫ്റ്റ് കോർ ലോയൽസ്, ഷിഫ്റ്റിംഗ് ലോയൽസ്, സ്വിച്ചേഴ്സ്, കൺസ്യൂമർ ഇന്നോവേറ്റേഴ്സ്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, തരംതിരിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ദ നെക്സ്റ്റ് വൺ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ആണ് അടുത്തത്.
സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന ആശയം ഒരു അനാലിസിസ് പ്യൂപ്പിൾ ഫ്രം ദി ഇൻസൈഡ്, ആന്തരികമായിട്ട് അല്ലെങ്കിൽ അകത്തു നിന്നും ഒരു വ്യക്തിയെ അനലൈസ് ചെയ്യുന്ന രീതിയാണ് ഇത് സൈക്കോഗ്രാഫിക്കൽ. അതിൽ വരുന്ന ഒന്നാണ് ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. ഒരു കൺസ്യൂമറുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്ന രീതിയാണിത്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ഒരു അർബൺ ഏരിയയിൽ താമസിക്കുന്ന ആളുടെ ലൈഫ് സ്റ്റൈലും റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളുടെ ലൈഫ് സ്റ്റൈലും തമ്മിൽ വ്യത്യാസം ഉണ്ടായേക്കാം. സോ ഈ ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുക, മാറ്റം കൊണ്ടുവരിക, സെഗ്മെൻറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, പേഴ്സണാലിറ്റി. ഒരാളുടെ ട്രൈറ്റ്സ്, ആറ്റിറ്റ്യൂഡ്, ഹാബിറ്റ്സ്, ഇതിനൊക്കെ അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യും, മാറ്റങ്ങളുണ്ടാവും. അയാളുടെ ക്ലോത്തിങ്ങിൽ, ഫർണിച്ചർ, കോസ്മെറ്റിക്സ്, സിഗരറ്റ്, ലിക്കർ ഒക്കെ എന്ത് ചെയ്യുക, എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അതുപോലെ സോഷ്യൽ ക്ലാസ് എന്നുള്ളതാണ്. ഈ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുക, വിവിധങ്ങളായ ക്ലാസ്സുകളായി തരംതിരിക്കാം. സോഷ്യൽ ക്ലാസ്സുകളായിട്ട് ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ് എന്നിങ്ങനെ എന്ത് ചെയ്യുക, തരംതിരിക്കാം. അപ്പോൾ ഇതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളാണ് അവർ ഉപയോഗിക്കുക. അപ്പർ ക്ലാസ്സിലുള്ളവർ പ്രിസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഉപയോഗിക്കുക, മൈക്രോവേവ്, AC, ലക്ഷറി കാറൊക്കെ. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ ഫർണിച്ചർ, TV, സ്കൂട്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾ. ലോവർ ക്ലാസ്സിലുള്ളവർ നെസസറി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ വാങ്ങുള്ളൂ, സോപ്പ്, റൈസ്, ടീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ അവർക്ക് ലോ ക്വാളിറ്റി മതി. മിഡിൽ ക്ലാസ്സിലുള്ളവർക്ക് ഒരു മീഡിയം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വേണം. അപ്പർ ക്ലാസ്സിലുള്ളവർക്ക് ലക്ഷറി ക്ലാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വേണം. സോ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പാറ്റേൺ ആൻഡ് ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നറിയപ്പെടുന്നത്.